പക്ഷെ പിന്നെ നമ്മളിപ്പം ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും നേരിടേണ്ടി വരൂല. അവര് പക്ഷെ നമ്മള് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്ന ആക്റ്റീവായിരിക്കുന്നവര് എപ്പോഴും പലതും കേൾക്കേണ്ടി വരും എന്നുള്ളത് ശരിയല്ലേ? അപ്പുറത്ത് വിമർശനങ്ങളായാലും കേട്ടോട്ടെ, വേറെ പണിയില്ലാത്തോണ്ടല്ലേ വിമർശിക്കുന്നത്. അപ്പൊ ഈ ഞാൻ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണ് ബാക്കിയുള്ളവർ വിമർശിക്കുക. അപ്പൊ അങ്ങനെ എനിക്ക് അല്ല, തോന്നാറുണ്ട്. നമുക്ക് അങ്ങനല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്ത്. ഇപ്പൊ ഞാൻ പണ്ടേ പറയാറുണ്ട്, നമ്മള് പണ്ട് ചെമ്മണിക്കൂടിന് വിളക്കണ്ട ആ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോ തുടക്കുമ്പോ പൊട്ടിപ്പോവും. അപ്പൊ വഴക്ക് പറയുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കുന്നോണ്ടല്ലേ പൊട്ടിയത്, ബാക്കിയുള്ളവരത് തുടക്കാത്തോണ്ടല്ലേ പൊട്ടാത്തത്, നിങ്ങൾ തുടച്ചു നോക്ക അപ്പ അറിയാന്ന് പറഞ്ഞു. അത് സാധാരണ എങ്ങനെയാണ്, നമ്മൾ ചെയ്യുമ്പോഴേ അബദ്ധം പറ്റുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി കുഴപ്പമൊന്നുമില്ല പേടിക്കുന്നത്. ഈ പറയുന്നവർ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മുടെ റേഷൻ കാർഡിൽ ഇത് എൻട്രി ചെയ്ത് വെച്ചിട്ട് നാളെ റേഷൻ പൊട്ടിക്കൊന്നുമില്ലല്ലോ. ഇത്ര പേര് കുറ്റം പറഞ്ഞു, അല്ല അതുകൊണ്ട് അത് കേൾക്കാണ്ടിരിക്കുക ഭേദം. ആദ്യം ഇത് കേട്ട് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾ കാര്യത്തിലും നമുക്ക് ശരിയാണ്, കുഴപ്പമില്ല, ഇത് ഗുണമുള്ളതാണ്, ബാക്കിയുള്ളവർക്ക് സ്വല്പെങ്കിലും ഒരു ഗുണം ചെയ്യുന്ന സംഭവമാണെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. അതിൽ ഇന്നാൾ ഇന്നത് പറഞ്ഞു, മറ്റേത് ഇന്നത് പറഞ്ഞു, അങ്ങനെ കുറേ പണിയില്ലാത്ത ആൾക്കാരുണ്ട്. അവർ വെറുതെ പറയേ ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റി മനക്കെടേണ്ട കാര്യം അതുകൊണ്ട് വിടുക. ഇതൊക്കെ ഒരു നാടകം. ജീവിതം എന്ന് പറയുന്നത് വലിയ നാടകമല്ല, തീരുന്നവരെ അഭിനയിക്കുക ബസ്. അത്രയൊക്കെ കാണാറുള്ളൂ. ഇതിലിപ്പോ എന്താ അർത്ഥം? നല്ലോണം അഭിനയിച്ച ഇപ്പം നല്ലോണം അഭിനയിച്ച അടുത്ത ജന്മത്തിൽ ചിലപ്പം കുറച്ചും കൂടി നല്ല വേഷം കിട്ടും. ഇപ്പം മോശമായ തീർന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാൻ എന്തെങ്കിലും എന്താ പറയാ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വിക്കിപീഡിയ എല്ലാം കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് ഗ്രൂപ്പിലോട്ട് ഇടുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് അത് ആയിക്കോട്ടെ എന്ന് അല്ല, വിചാരിച്ചിട്ടാണ്. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റണം, അപ്പോഴേ അർത്ഥമുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും വാക്ക് പറഞ്ഞു, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഇന്നലെ കുറെ കുട്ടികൾ സംസാരിക്കുമ്പോൾ ഞാനോട് ചോദിച്ചു, നിങ്ങൾ ഏതാ ബ്രാഞ്ച്? അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഈ 2-3 ദിവസമായിട്ട് അവിടെ ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ജനറേറ്റർ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അത് ഏത് കമ്പനിയുടെയാന്ന് ചോദിച്ചു. ഒരാൾക്കും അറിയില്ല. അങ്ങനെ തിരിഞ്ഞ് നോക്കരുത്, നോക്കാണ്ട് പറയണം തോന്നുന്നു. ഞാൻ നേരെ മുമ്പ് കാണുന്നുണ്ട് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കാണുക, എന്നിട്ട് അത് വായിക്കുക, അങ്ങനെ ഒരു കമ്പനി അത് ഉണ്ടാക്കുന്നത് പഠിക്കുക, അതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ഗുണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഏത് കമ്പനിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അന്വേഷിക്കുക. ഇന്ത്യയിൽ ആരാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അന്വേഷിക്കുക. ഏതൊക്കെ കമ്പനികളാണ് ഉണ്ടാക്കുന്നത്, ഏത് പിന്നെ HP വരെ അത് പറ്റും. അതിനകത്ത് എഴുതിയിട്ടുള്ള ഓരോ വാക്കുകളും വായിച്ചാൽ മതി. അപ്പോൾ അത് വിജ്ഞാനായി. അപ്പം നമ്മുടെ ഈ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ എഴുതിയിട്ടുണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ട്, അത് എന്തൊക്കെയാണ് എഴുതിയിരിക്കണം? വായിച്ചാൽ നോളജായി. അതില്ലെങ്കിൽ എന്താ ദാഹം മാറൂല ചോദിച്ചാൽ, ഇല്ലെങ്കിലും ദാഹം മാറും. ഇവിടുത്തെ ദാഹം മാറില്ല അതുണ്ടെങ്കിൽ. അത് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് വായിക്കുമ്പോൾ കുറേ മനസ്സിലാവും. അതിന്റെ താഴത്ത് ഒരക്ഷരം എഴുതിയിട്ടുണ്ടാവും, ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത് ഗ്രീൻ കളർ, എന്തുകൊണ്ട് ബ്ലൂ അല്ല, എന്തുകൊണ്ട് ബ്ലാക്ക് അല്ല, എന്തുകൊണ്ട് വൈറ്റ് അല്ല, വ്യത്യസ്തമായ കളറിൽ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ? ഓരോന്നിനും കാരണമുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തും നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും അറിയാനും പറ്റുമ്പോൾ പറയാനും പറ്റും. ഓക്കെ. എന്താണ് ആൽക്കലൈൻ വാട്ടർ കുടിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്ലാക്ക് ക്യാപ്പ് ആൽക്കലൈൻ വാട്ടർ ആണ്. ആൽക്കലൈൻ വാട്ടർ അതിൻ്റെതായ ഗുണം ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ കുടിച്ചിട്ടാണോ നമ്മുടെ പഴയ ആൾക്കാർ ജീവിച്ചതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇതൊന്നും ഇല്ലാണ്ട് അവര് നന്നായിട്ടില്ലേ? ഇപ്പൊ ഇതെല്ലാം കുടിച്ചിട്ടും പലർക്കും അസുഖമില്ല. ഇതൊക്കെ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. എല്ലാ മിനറൽസും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ ഗുണങ്ങളും ഉണ്ട്. ആ ഗുണം നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് നമ്മൾ കുറേ മിനറൽസ് മാറ്റിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം എൻ്റെ വീട്ടിൽ pH വാല്യൂ മെഷർ ചെയ്യുന്ന എക്യുപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ നിന്നുള്ള ബോർവെല്ല് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ pH വാല്യൂ നോക്കിയാൽ ഒരു 300 അടുത്തുണ്ടാവും.
ഓക്കെ, pH വാല്യൂ 7 ഒക്കെയാണ് ബെസ്റ്റ് കുടിക്കാൻ. ഇതെത്രയാണ്? 300 ആണ്. അപ്പോൾ കുടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അടുത്തത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന പൈപ്പിലൂടെ വരുന്ന മഞ്ചീര വാട്ടർ ഉണ്ട്. ഒരു മഞ്ചീര എന്ന് പറയുന്ന റിവർ എന്ന് വരുന്നതാണ്. ആ മഞ്ചീര വാട്ടർ അത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു 180 ഒക്കെ വരും. ഇനി ഇതിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഫിൽറ്ററിലൂടെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പം 36ഉം 20ഉം ഒക്കെയാണ്. ഇനി അതേ സമയത്ത് ഈ ബിസ്ലേരി നോക്കിയാൽ ഇത് 7 to 10 ഇടയിൽ വരും. അപ്പോൾ ആ pH വാല്യൂ ആൽക്കലൈൻ വാട്ടറിന് വളരെ കൺട്രോൾഡ് pH വാല്യൂ ആണ്. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഡീഹൈഡ്രേഷൻ സപ്പോർട്ട് ഒക്കെ കിട്ടുന്നുള്ളതാണ്. pH വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ഹൈഡ്രജൻ്റെ അളവും ഡീഹൈഡ്രേഷൻ എത്രത്തോളം ഉണ്ട്, നമ്മുടെ സ്റ്റൊമക്കിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, ഹൈഡ്രേഷനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ടോ, അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടോ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത്രയാണ്. നമ്മുടെ ബോഡിക്ക് നാച്ചുറലി pH കറക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവില്ലേ? ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഈ ബയോ ഫീഡ്ബാക്കും കറക്ഷനും പ്രോസസ്സും ഒക്കെ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇതാണ് കുടിക്കുന്നത്. ബിസ്ലേരി വെള്ളമേ കുടിക്കുള്ളൂ. ഞാൻ ആര് വെള്ളം തന്നാലും അവരുടെ വീട്ടിൽ പോയാലും ഞാൻ കുടിക്കാറില്ല. അല്ലേ, വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ശരി, താങ്ക് യു, വേണ്ടാന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാ വെച്ചാൽ അവരെന്ത് വെള്ളം തരുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം ഇത് മാറിയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഫക്റ്റ് ചെയ്യും. എൻ്റെ ബോഡി കറക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ബോഡിയെ ഇതേപോലെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ഇപ്പം ആ എബിലിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു. ഓരോരാളുടെ ശരീരത്തിനുമുള്ള എബിലിറ്റി നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ്. അപ്പം നമ്മൾ കുറേ കാലം ശുദ്ധമായ വെള്ളം കുടിച്ചിട്ട് എത്ര മോശം വെള്ളം കുടിച്ചാലും അസുഖം വരാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇപ്പോൾ എത്ര ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എത്രയാണോ ഭക്ഷണം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ്. ഓരോരാൾക്കും വ്യത്യാസമാണ്. റപ്പായി കഴിക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുമോ? എനിക്ക് കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് റപ്പായിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിനൊരു ഉത്തരമൊന്നുമില്ല. ഇതൊക്കെ സയൻസ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ് മണ്ടത്തരം. ഓരോരാൾക്കും ഓരോ വിധം. ഇപ്പൊ ഈ നമ്മുടെ ബ്ലഡ് അസിഡിക് ആവുന്നതാണ് ഒത്തിരി അസുഖങ്ങൾക്ക് കാരണം ഇപ്പൊ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ യാഥാർത്ഥ്യം ഉണ്ടോ? ഈ എനിക്ക് തലവേദന വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ കണ്ണിന്റെ അസുഖമാണെന്ന് പറഞ്ഞാൽ അതും ഒരു കാരണമാണ്. മറ്റേ കാരണം ചിലർ നിങ്ങൾ നോസ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ENT അടുത്ത് പോയാൽ പറയും ശ്വാസം ശരിയല്ലാത്തതുകൊണ്ടാണ് തലവേദന വരുന്നത്. നിങ്ങൾ ആയുർവേദ വൈദ്യന്റെ അടുത്ത് പോയാൽ അയാൾ പറയും എണ്ണ തേക്കുന്നത് കാച്ചി തേക്കാത്തതുകൊണ്ടാണ്, തേച്ച് കാച്ചിയത് കൊണ്ടാണ്. എണ്ണ തേച്ചിട്ട് വെയിൽ കൊണ്ടാ തേച്ച് കാച്ചതായി. കാച്ചി തേച്ചതെന്ന് പറഞ്ഞാൽ എണ്ണ അങ്ങനെയാണ് തേക്കേണ്ടത്. മെന്റൽ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ പറയും വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്, അതുകൊണ്ടാണ്, ഉറക്കില്ലാത്തതുകൊണ്ടാണ്. ഓരോരാളും ഓരോന്ന് പറയും. ഇതേതാണ് കാരണം എന്ന് ചോദിച്ചാൽ ഓരോരാൾക്കും വ്യത്യസ്തമായ കാരണമാണ്. ഇതിനെല്ലാം കൂടി ഒരു ബോക്സിൽ ഇട്ടിട്ട് ഇതാണ് കാരണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അതുകൊണ്ട് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ പറയാ ഇതേപോലെയാണ്. നരോഹിതാഹാര വിഹാര സേവി എന്നാണ്. ഏതാണ് എനിക്ക് ഹിതം എന്നാണ്. ഓക്കെ, എനിക്കേതാ ഹിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം പോലെയാണ്. ഓരോരാൾക്കും വ്യത്യാസമാണ്. അപ്പം ഇന്നലെ ഞാൻ കോഴിക്കോടുള്ള സമയത്ത് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ബ്രദറിൻ്റെ വീട്ടിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് കാർ എടുത്തിട്ട് പോയി. ഞാൻ ഏട്ടൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുടയെടുത്ത് കുത്തി നടന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഈ ബുദ്ധിമുട്ടുണ്ടോയെന്ന് എങ്ങനെയാ അറിയാം? നമ്മൾ എല്ലാ ദിവസവും 4 കിലോമീറ്റർ നടന്നു നോക്കിയിട്ട് വേണ്ട ഇതുണ്ടോയെന്ന് അറിയാൻ. ഞാനങ്ങനെ നടന്നിട്ട് ഇപ്പം 4 കിലോമീറ്റർ നടന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ടാവും, മാസങ്ങളായിട്ടുണ്ടാവും 4 കിലോമീറ്റർ നടന്നിട്ട്. എന്നാലും 4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നുള്ള ധൈര്യത്തിലാണ് നടക്കണേ. എന്നിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമുണ്ടായില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുട്ടിന് കുറച്ച് വേദനയുണ്ട് ഏട്ടനോ ചോദിച്ചു. അപ്പോൾ ഏട്ടനും വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെയാണ്. സ്ഥിരം നടക്കുന്നതാക്കും നടക്കാത്താക്കും ഒരേ വേദനയാണ്. പിന്നെന്താ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്താ നടക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം നടന്ന് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ടെന്ന് പറഞ്ഞു. ഇത് ഓരോരാൾക്കും ഓരോ വിധമാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇന്നൊക്കെയാണെന്ന് പറയുമ്പോഴാണ്
നരോഹിതാഹാര വിഹാര സേവി. എൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതാ ഇഷ്ടം, അതാണ് എൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം. ഞാൻ ഏതാ കഴിക്കേണ്ടത് നിങ്ങൾ അത് തീരുമാനിക്കുക. അല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു 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 കൃത്യമായിട്ട് പറയണമെന്നില്ല എന്നാ ഞാൻ പറയാം. എല്ലാവരും ഒരേപോലെ ചിന്തിക്കാൻ പറ്റുന്നവരല്ലല്ലോ, ഒരേപോലെ ആലോചിക്കാൻ പറ്റുന്ന ഒരേ വിവരമുള്ള ആളല്ല, ഒരേ ആൾക്കാരല്ല കൂടെ താമസിക്കുന്നത്, ഒരേ ആൾക്കാരുമായിട്ടല്ല ഇടപെടുന്നത്. ഇതൊക്കെ വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തകളും നമ്മുടെ വായനയും ഒക്കെ വ്യത്യസ്തമായിരിക്കുമ്പോൾ അതിന് കണക്കായിട്ട് എഫക്റ്റ് ചെയ്യും. പക്ഷെ ഇതെല്ലാം മനസമാധാനക്കേടായിട്ട് തപ്പിയിട്ട് എന്തൊക്കെയാണ് ആരൊക്കെയാ പറയണമെന്ന് കേട്ടിട്ട് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ രോഗിയാവുക. അവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, അവസാനം കുടുങ്ങിയിട്ടുണ്ട്. ഇത് ഏതിലാ കുടുങ്ങിയെന്ന് പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എനിക്കൊരു 2.5-3 വർഷം മുമ്പ് ഈ ഇവിടെ ഒരു വീക്ക് ഉണ്ടായിരുന്നു, കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ മാഷെ കാണാൻ വരുമ്പോൾ ടീച്ചറമ്മേനെ കാണാൻ പോകുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചറമ്മ എന്നോട് ചോദിച്ചത് എന്താ ഇങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു അതെന്താന്ന് അറിഞ്ഞിട്ട് ഞാൻ ഒരു വൈദ്യരെ കണ്ടത്. പക്ഷെ ഞാൻ 2-3 മാസം കഴിച്ചു. പിന്നെ ഞാൻ അത്ര വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തൊടുമ്പൊന്നും കാണുന്നൊന്നുമില്ല. എന്നോട് പറഞ്ഞു അത് സർജറി ചെയ്യണം, സർജറി ചെയ്യാതിരിക്കും. എന്നിട്ട് പറഞ്ഞു ഞാൻ സർജറി ഒന്നും ചെയ്യില്ല, അതവിടെ ഇരുന്നോട്ടെ. തൈറോയിഡ് ഗ്ലാൻഡിന്റെ തുടക്കം വരുമ്പോ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ മുഴ വരും, എവിടെയെങ്കിലും വരാം. അത് മിക്കവാറും സൈക്കോളജിക്കലാണ്. എനിക്കത് ഇപ്പൊ ഇല്ല, കാണാനേ ഇല്ല. കാരണം പിന്നെ എന്റെ ഭക്ഷണത്തിന് ഞാൻ എനിക്ക് ചപ്പിലകൾ ഒരുപാട് അത് ഇലകള് നന്നായിട്ട് കഴിക്കുമായിരുന്നു ഇപ്പൊ എല്ലാം. പക്ഷെ എന്താന്നറിയില്ല, അത് കാണാനില്ല. അപ്പൊ എന്നോട് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞതാണ്. ഇപ്പം ചിലപ്പോ എന്താന്നറിയില്ല, മരുന്നിന്റെയോ എന്തോ. അല്ല, അങ്ങനെ കുറെ സംഭവങ്ങൾ പലർക്കും ഉണ്ട്. എന്റെയൊക്കെ നോസ് കുറച്ച് ബെൻഡാണ് സാർ, ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇത്രയും കൊല്ലം ഒരു കുഴപ്പമില്ലാണ്ട് 19 കൊല്ലായി നോസിന് ഒരു കുഴപ്പമില്ല. ഇത് ഈ ഡോക്ടർമാർക്ക് കയ്യിലും ചില ഈ പകുതി നോളജുള്ള ആൾക്കാർ എവിടെന്നെങ്കിലൊക്കെ വായിച്ചിട്ട് കുറച്ച് ആ ഒരു പുസ്തകം മാത്രം വായിച്ചിട്ട് പറ്റുമല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം പഞ്ചസാര വിഷാന്ന്. എന്നിട്ട് പഞ്ചസാര കഴിക്കാൻ പറ്റുമോ? ഇട്ടിട്ട് കഴിക്കാന്നെ, എത്രയോ കൊല്ലമായിട്ട് കഴിക്കണം. അതാ ഞാൻ ഏതൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ DNA പാറ്റേണിൽ എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് നല്ലത്. ആ DNA പാറ്റേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പാരമ്പര്യമായിട്ട് അച്ഛൻ ജീവിച്ച പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. അച്ഛൻ്റെ പ്രകൃതിയാണ് എനിക്ക്, പക്ഷെ അച്ഛൻ ജീവിച്ചതുപോലെ അല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കുഴപ്പമുണ്ടാവും. അപ്പം ഞാൻ അതിലേക്ക് തിരിച്ചു പോകണോ അല്ല ഈ പതുക്കെ എൻ്റെ ഒരു രൂപത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കണോ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ പോലെ അല്ല നമ്മുടെ മക്കൾ ചിലപ്പോൾ ഉണ്ടാവും. കാരണം അവർ വ്യത്യസ്തമായ സ്ഥലത്താണ്, വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കുന്നത് പോലെ അവർ കഴിക്കണമെന്ന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലും അർത്ഥമില്ല. അതാണ് നരോഹിതാഹാര വിഹാര സേവ്യത. എനിക്കെന്താണോ ഹിതം, ഓരോരാൾക്കും ഹിതം വ്യത്യാസമാണ്. അയാൾ ജീവിക്കുന്ന സ്ഥലവും കാലവും അനുസരിച്ച് വ്യത്യാസമാണ്. ഞാൻ ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് ഒരാളോട് പറയുന്നത്, ഞാൻ അമേരിക്കയിലുള്ള സമയത്ത് ഞാൻ എൻ്റെ 2 ഷോൾഡറും ഫ്രോസൺ ആയിരുന്നു, അനക്കാൻ പറ്റില്ല. ഇതിനപ്പുറത്തേക്കാകത്ത വേദന എന്ന് പറഞ്ഞാൽ കരയുന്ന വേദനയായിരുന്നു എനിക്ക്. ഇതിനൊന്നും പൊക്കാനേ പറ്റില്ല, ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് ഒരു തലശ്ശേരിക്കാരനൊരു ഡോക്ടർ ഉണ്ട് അവിടെ അമേരിക്കയിൽ. എനിക്ക് ഇൻഷുറൻസും ഇല്ല, സർജറി ഒക്കെ എടുക്കണമെങ്കിൽ കുറെ ഡോളർ ചിലവാകും. അതൊന്നുമില്ല എൻ്റെ കയ്യിൽ. കൊടുക്കുമായിരിക്കും ആരെങ്കിലും ഒക്കെ, പക്ഷെ എന്തിനാ അവർ ഉപദ്രവിക്കണം. അപ്പം ഞാൻ ആ മലയാളിയുടെ അടുത്ത് പോയി. അയാൾ പറഞ്ഞു ഇവിടെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനെയൊക്കെ, അത് കൃത്യമായിട്ട് സ്കാനിങ്ങിലൊക്കെ കാണിച്ചു തരും. അയാൾ കറക്റ്റായിട്ട് കാണിച്ച് തന്നൊരു സൂചിയൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തൽക്കാലം വേദന പറയാൻ ഇത് മതി, പക്ഷെ അത് പോരാ, സർജറി ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടത് രാവി ശരിയാക്കണം. ഒന്ന് രാവിയിട്ടുമില്ല പൊലന്നിട്ടുമില്ല. എന്നിട്ട് ഇപ്പം എന്താ കുഴപ്പമുണ്ടായിരിക്കും. അതേ സമയത്ത് ഒരു കൈറോ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് പോയി. അയാൾ പറയണത് നല്ലോണം തണുപ്പടിക്കുമ്പോൾ ഇതുണ്ടാവും, ഉള്ളിൽ സ്വെല്ലിംഗ് ആണ്, പുറത്ത് തണുപ്പാകുമ്പോൾ ഉള്ളിൽ സ്വെല്ല് ചെയ്തു. അപ്പം അതിനെ കൂടി കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ കുറേ കൂടി തണുപ്പ് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വേന വന്നാൽ നമ്മൾ ചൂടാക്കുക ചെയ്യുക, ഞങ്ങൾ എന്ത് തണുപ്പിക്കണം വെച്ചു. ഞങ്ങൾ കുറേ ആർഗ്യൂ ചെയ്തു, രണ്ടാളും മുട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് അയാൾക്കും മനസ്സിലാവില്ല, അയാൾ പറഞ്ഞു എനിക്കും മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്തോ, എൻ്റെ പണി ഞാൻ ചെയ്തോളാം പറഞ്ഞു. മനസ്സിലായോ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാൻ എൻ്റെതായ രൂപത്തിൽ എക്സർസൈസ് ചെയ്തു, കളി നിർത്തി. എനിക്ക് പറ്റാത്ത പണിയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഈ 50-59 വയസ്സ് വരെ പിന്നെ പോയിട്ട് ഗ്രൗണ്ട് ടെന്നീസ് കളിക്കാത്ത ഒരാള് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കൈ കൊണ്ട് ഗ്രൗണ്ട് ടെന്നീസ് കളിച്ചാൽ എങ്ങനെ ഇരിക്കുക, നല്ല ജോറായിട്ടാണ് ഞാൻ കളിക്കുക. അപ്പൊ അങ്ങനെ കളിക്കുന്ന സമയത്ത് വല്ലാണ്ട് പെയിൻ തോന്നി, എന്നിട്ടും മൈൻഡ് ചെയ്യാണ്ട് കളിച്ചു. അത് നിർത്തി.
കുറച്ച് കാലം എൻ്റെ എക്സർസൈസും ചെയ്തപ്പോഴത്തേക്കും ഈസി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ ഡോക്ടർമാരും പറയുന്നത് കറക്റ്റാണോ എന്ന് വെച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കേണ്ടതല്ല പറഞ്ഞത്. പക്ഷെ പലതും ഡയഗ്നോസിസ് വലിയ ബുദ്ധിമുട്ടാണ്. ഓരോരാൾക്കും വ്യത്യാസമാണ് ഡയഗ്നോസിസ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗുഡ് ഇനഫ്. ഇത് ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ടാണ് ശാലിനി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഞാൻ ഒഴിവാക്കാറില്ല എന്നൊക്കെ പറഞ്ഞോണ്ട. ഇന്ന് 4ാമത്തെ മീറ്റിംഗ് ആയത്. കഴിഞ്ഞ് 6 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ 8 മണിക്കൂർ നിന്ന് ട്രെയിനിന് പോകണം കണ്ടിന്യൂസ്. അതിനിടയിൽ വേറൊരാളൊന്ന് ഇപ്പം അയാൾ പോയതേ ഉള്ളൂ. ആ ശാലിനി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് എടുത്തത്. കണ്ടിന്യൂസ് തിരക്കാണ്. അതിനിടയിലാണ് ആ കുട്ടിക്ക് എവിടെയാണ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുക എന്നാൽ അതും കൂടി തീർത്തിട്ടാവാം എന്ന് വെച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തു അതിനിടയിൽ. ഇന്നലെ എത്തിയത് എത്ര 1:30-2 മണിയായി. 11 മണിക്ക് ഫ്ലൈറ്റിനായിരുന്നു. 11 മണിക്ക് ഫ്ലൈറ്റ് എത്തിയപ്പോൾ 12 മണി 1:15 കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 2 മണിയായി. ഇന്നലെ മിഞ്ഞാന്ന് അതേപോലെ രാത്രിയാണ് പോയത്. 11 മണി 1 മണിയായി. ഓക്കെ, നമുക്ക് മതിയാക്കാം. നോ പ്രോബ്ലം. കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. അല്ലെ പണിയുണ്ട്. അടുത്ത മീറ്റിങ്ങിന് കംപ്ലീറ്റ് പണി റെഡിയാക്കിയാലല്ലേ പറ്റുള്ളൂ. ഓക്കെ ശരി.